സുഹൃത്തുക്കളെ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതവും മഹത്തരവുമാക്കപ്പെട്ട ഈ സുദിനത്തിൽ നിങ്ങൾക്ക് മുമ്പിൽ രണ്ടു വാക്ക് സംസാരിക്കുവാൻ എനിക്ക് വിധിയെഴുതിയ സർവശക്തനെ ഞാൻ ആദ്യമായി സ്തുതിക്കട്ടെ. അൽഹംദുലില്ലാഹ്. ഈ പുണ്യമാക്കപ്പെട്ട ദിനത്തിൽ എത്ര പറഞ്ഞാലും തന്നെ മതിവരാത്ത തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകളിൽ നിന്ന് ചില കാര്യങ്ങൾ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നാഥൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. സൂര്യനും ചന്ദ്രനും അടക്കം കോടാനുകോടി നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും വെട്ടിത്തിളങ്ങുന്ന അത്ഭുതകരമായ ലോകത്തിന്റെ സൃഷ്ടിപ്പിന് തന്നെ കാരണം അഷ്റഫുൽ ഹൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അങ്ങനെയുള്ള റസൂലിനെ സ്നേഹിക്കാതെയും പാതകൾ പിൻപറ്റാതെയും എങ്ങനെയാണ് നമുക്ക് മുമ്പോട്ട് ജീവിക്കാൻ സാധിക്കുക? കാരണം എന്നെയും എന്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളെയും എന്തിനീ ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങളുടെ സൃഷ്ടിപ്പിന് പോലും കാരണം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നു, ലൗലാക ലിമാ ഖലഖത അഹ്ലാഖ്. നബിയെ, അങ്ങില്ലായിരുന്നുവെങ്കിൽ നാം ഈ ലോകത്തെ പോലും സൃഷ്ടിക്കുകയില്ലായിരുന്നു എന്നാണ്. അവസാനം ഈ ലോകത്തോട് വിട പറയുമ്പോൾ പോലും ഉമ്മത്തി ഉമ്മത്തി എന്ന് മന്ത്രിച്ചു പറഞ്ഞ ആ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അതിരറ്റ് സ്നേഹിക്കൽ നാം ഓരോരുത്തരുടെയും ബാധ്യതയാണ്. അറേബ്യയുടെ മണൽപ്പരപ്പിൽ കത്തുന്ന സൂര്യനും ഖുറൈശികളുടെ ഭീഷണികൾക്ക് മധ്യേ അള്ളാഹുവിന് സർവം സമർപ്പിച്ച തിരുനബിയോളം സ്നേഹിക്കാൻ അർഹനായ മറ്റാരാണ് ഈ ലോകത്തുള്ളത്? ബദ്ർ യുദ്ധം നടക്കുന്ന സമയത്ത് അൻസാറുകളുടെ നേതാവായ സഅദ് റളിയല്ലാഹു അൻഹു നബിയോട് പറഞ്ഞ വാക്കുകൾ ചരിത്രത്തിന്റെ തങ്കലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: തിരുദൂതരെ, ആർത്തുലക്കുന്ന കടലിലേക്കാണ് അങ്ങ് ഞങ്ങളോട് ചാടാൻ ആജ്ഞാപിക്കുന്നതെങ്കിൽ പോലും അതനുസരിക്കാൻ ഞങ്ങൾ തയ്യാറായിരുന്നു എന്നാണ്. അത്രമേൽ തിരുനബിയുടെ സ്നേഹം കൊണ്ട് ജീവിതം ധന്യമാക്കിയവരായിരുന്നു പ്രിയമുള്ളവരെ സ്വഹാബാക്കൾ. ലോകഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തോട് വിട പറയുമ്പോൾ സ്വഹാബികൾ അനുഭവിച്ച വേദന ലോകം കണ്ടതിൽ ഏറ്റവും വലിയ വേദനാജനകമായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു വീരധീരനായി വാളെടുത്തു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു എഴുന്നേൽക്കാൻ കഴിയാതെ ഇരുന്നു പോയി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ കണ്ണെനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് ചിലർ അത് കുത്തിപ്പൊട്ടിച്ചു. അത്രമേൽ തിരുനബിയെ ഹൃദയത്തിൽ കൊണ്ടു നടന്നവരായിരുന്നു സ്വഹാബാക്കൾ. പ്രവാചക സ്നേഹത്തിന്റെ ആയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ പ്രസംഗം ഞാൻ ഇവിടെ ഉപസംഹരിക്കട്ടെ. വാഹിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.